കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. നീയുടെ സങ്കേതം
നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പൗരോഹിത്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയണത് നമ്മൾ പുരോഹിതനാണെന്ന് ദൈവത്തെ ബോധ്യപ്പെടുത്തുകയാണ്. നിങ്ങളൊക്കെ പെട്ടെന്ന് ബോധ്യപ്പെടുത്താൻ കഴിയും. ഒന്ന് ചിരിച്ച് കാണിച്ച് കൈവച്ചൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ നല്ല അച്ഛനാണെന്ന് പറയും. നിങ്ങൾ എത്രയോ പേരെ നല്ല അച്ഛനാണെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഏറ്റവും വലിയ പ്രോബ്ലം ഉള്ളത് ദൈവത്തെ ഞാൻ പുരോഹിതനാണെന്ന് ബോധ്യപ്പെടുത്താൻ വലിയ പ്രശ്നമാണ്. ഈ റിസ്ക് എല്ലാവർക്കും തന്നെ വരുന്നുണ്ട്. ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുവെന്ന്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെന്ന് ദൈവത്തെ ബോധ്യപ്പെടുത്താൻ വലിയ പാടാണ്. നിങ്ങളുടെ ഉടമ്പടിയിലൂടെ ചെയ്യേണ്ടത് ഇതാണ്. ഇതിൻ്റെ റിസ്ക് ഫാക്ടർ നിങ്ങൾ കൺഫ്രണ്ട് ചെയ്യണം. ഇതിൻ്റെ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു വിശ്വാസിയാണെന്ന് ദൈവത്തെ ബോധ്യപ്പെടുത്തണം. പാടാ, ഭയങ്കര പാടാ. നിങ്ങൾ ഒരു വിശ്വാസിയാകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിശ്വാസത്തിൽ പല ഘടകങ്ങളുണ്ട്. അതിൽ ഒന്ന് മാത്രമാണ് പ്രാർത്ഥന. രണ്ടാമത്തത് പ്രഖ്യാപനമാണ്. വിശ്വാസ പ്രഖ്യാപനമാണ്. ഞാൻ എല്ലാ ധ്യാനങ്ങളും അത് പറയാറുണ്ട്. വിശ്വാസ പ്രഖ്യാപനത്തിൽ എന്ത് വേണം? ഒരു സമൂഹം വേണം. എന്താ കാര്യം? അത് 10:32 എല്ലാവർക്കും നമുക്കറിയാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇയാളില്ലേ നമ്മൾ പറഞ്ഞ കക്ഷി ആകാശിൻ്റെ ഹീറോ. അപ്പോൾ ആകാശ് എന്നോട് അമ്മ പറഞ്ഞത് എന്താണ്? അവൻ്റെ അമ്മ പറഞ്ഞത്, എൻ്റെ മകനെ നീ ഇങ്ങനെ ഈ മുഴയും വെച്ച് ചെത്തിക്കറി കിടന്നു കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് വേറെ വല്ല മാർഗ്ഗം അന്വേഷിക്കണം. ഈ അമ്മയെടുത്ത് മാർഗ്ഗമുണ്ട്. നീ പോയി ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി തൈലം തേക്കാൻ പറഞ്ഞു. ഇപ്പോൾ കുറേ നാളായിട്ടുള്ള വേദനയും മൊഴിയൊക്കെ ഇത് എന്ത് മൊഴിയാണെന്ന് ദൈവത്തിന് അറിയാമെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു അവസ്ഥയാണ്. മാനസിക സംഘർഷമുള്ള സമയമാണ്. പക്ഷേ ഇവന് 2-3 ദിവസം ഇങ്ങനെ ഉടമ്പടി തൈലം തേച്ച്, ഈ ഉടമ്പടി തൈലം തേക്കും എപ്പോഴും നമ്മൾ വിശ്വാസ പ്രമാണം ചെല്ലാം മക്കളെ. അതാണ് പ്രഖ്യാപനം എന്ന് പറയണത്. പ്രാർത്ഥനയല്ലത്, പ്രഖ്യാപനം. വിശ്വാസ പ്രമാണം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയല്ല കേട്ടോ. നിങ്ങൾ വിശ്വാസ പ്രമാണം പ്രാർത്ഥന പോലെ ചെല്ലരുത്, അത് പ്രഖ്യാപനമാണ്. ഇപ്പം നമ്മുടെ ഉടമ്പടി തൈലം ഉപ്പൊക്കെ നമ്മൾ തേക്കുമ്പോൾ ഉടമ്പടിയിലുള്ള ഗുണമെന്ന് വെച്ചാൽ കുറേ പ്രയോഗങ്ങളുണ്ട്. ഈ വിശ്വാസം, പ്രാർത്ഥന, അതുപോലെ വിശ്വാസം, പ്രാർത്ഥന, വിശ്വാസം, പ്രഖ്യാപനം, വിശ്വാസം, പ്രയോഗം. ഇപ്പം നമ്മൾ ഉടമ്പടി തൈലം തേക്കുമ്പോൾ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രയോഗമാണ് വിശ്വാസത്തിൻ്റെ. ആ പ്രയോഗത്തെ സാധൂകരിക്കുന്നത് പ്രഖ്യാപനമാണ്. നമ്മൾ തൈലമല്ല നമ്മളെ സുഖപ്പെടുത്തുന്നത്. ആരാണ്? യേശുവിൻ്റെ നാമമാണ് സുഖപ്പെടുത്തുന്നത്. അതാണ് അതിൻ്റെ വിഷയം. ആ പ്രയോഗത്തിലുള്ള എന്താണ്? യേശുവിൻ്റെ നാമത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പം അതെപ്പോഴും മനസ്സിലുണ്ടാണ്. തൈലം എടുത്തിട്ട് വെളിച്ചെണ്ണ തേക്കുമ്പോൾ നമ്മൾ ഒരു വിശ്വാസപ്രമാണം ചെല്ലുക തല കുളിക്കാൻ നേരത്ത് ഇല്ല. അതുപോലെ അതുകൊണ്ടാണ് ഈ ഉടമ്പടി എടുക്കാത്ത ആൾക്കാർക്ക് നിങ്ങൾ എണ്ണ കൊടുത്തു വിടരുതെന്ന് പറയേണ്ട കാര്യം അതാണ്. ഉടമ്പടി തൈലം ഒരിക്കലും ഉടമ്പടി എടുക്കാത്തവർക്ക് കൊടുത്തു വിടരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിട്ട് ഉടമ്പടി തൈലം തേച്ച് കൊടുക്കുക. അപ്പോൾ ആ തേക്കുമ്പോൾ വിശ്വാസപ്രമാണം ചൊല്ലിയിരിക്കണം. അത് കാര്യം ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ വിശ്വാസപ്രമാണം വേണം. കാരണം വിശ്വാസ പ്രഖ്യാപനമാണത്. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യം. നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ. അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ
തൈലാഭിഷേകം ചെയ്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. തൈലമല്ല സുഖപ്പെടുത്തണം. എന്താ സുഖപ്പെടുത്തണത്? വിശ്വാസത്തോടെ. എന്ത്? പക്ഷേ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം. ഇപ്പം വിശ്വാസം ആരിലാണ്? കർത്താവിൻ്റെ നാമത്തിലാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് തൈലം അതിന് മീഡിയമായിട്ട് പ്രവർത്തിക്കുന്നത്. കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിക്കാതെ, വിശ്വാസമില്ലാതെ തേച്ച് കഴിഞ്ഞാൽ പറഞ്ഞ ഫലങ്ങൾ ഉണ്ടാകത്തില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഉടമ്പടി എടുക്കാത്തവർക്ക് തൈലം കൊടുത്തു വിടരുത്. ഉടമ്പടി എടുത്തവർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പോയി നേരിട്ട് ആ രോഗികളെ കണ്ട് എന്ത് സംഭവിച്ചാൽ ഇവൻ്റെ ഈ സിമ്പിൾ ഫെയ്ത്തില്ലേ, ആരുടെ? ആകാശ് 3 ദിവസം അത് പറ്റിയുള്ളൂ. പിന്നെ ആകാശ് പറയണത്, ഞാനിത് എഴുന്നേൽക്കുമ്പോൾ തന്നെ തപ്പി നോക്കണം എല്ലാ ദിവസവും. ഈ മുഴ ഉണ്ടായ കാലം പോലെ ഞാൻ ചെയ്യണ പരിപാടിയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തപ്പി നോക്കും. കാര്യം അത് വേദനിക്കണ കാരണം. ഇപ്പം എന്നാ പറ്റണത്? അത് കാണാനില്ലെന്ന്. ഇപ്പം പറയണേ, ഇത് എന്താ സംഭവിക്കണമെന്ന് അറിയാൻ പാടില്ല എൻ്റെ ജീവിതത്തിലെന്ന്. എൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിക്കണം വെച്ചാൽ അവരിതെല്ലാം ആദ്യമായിട്ട് എക്സ്പീരിയൻസ് അല്ലേ. ഇതിങ്ങനെ കാണാനില്ല. എത്രയോ മാസമായിട്ടാവാൻ കഴിഞ്ഞുള്ള അവൻ സാക്ഷ്യം പറയണം. ഇപ്പോഴും അത് കാണാനില്ല, തീർന്നു. അമ്മ അത് ഏറ്റെടുത്ത് കഴിഞ്ഞ്. അതുകൊണ്ടാണ് ഉടമ്പടി തൈലമൊക്കെ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നമ്മളത് പ്രയോഗമാണ്, വിശ്വാസത്തിൻ്റെ പ്രയോഗമാണ്. പക്ഷേ പ്രയോഗത്തിനൊരു ഗുണമുണ്ട്. പ്രയോഗം സാധൂകരിക്കണമെങ്കിൽ പ്രഖ്യാപനം ഉണ്ടാകണം. ഉടമ്പടി തൈലം കേൾക്കുമ്പോൾ ആ തൈലം തന്നെ കേൾക്കുമ്പോൾ തന്നെ എടുത്ത് വിടണമല്ല. അത് നമ്മുടെ എന്താണ് അത് മെഡിസിൻ അല്ലത്. അതെന്താണ്? എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചേക്കണം. മെഡിസിന് വേണ്ടി തരുന്നതുമല്ലത്. എന്താണത്? അത് വിശ്വാസ പ്രഖ്യാപനത്തിന് വേണ്ടി തരണതാണ്. നിങ്ങൾക്ക് വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ആഴമനുസരിച്ചാണ് ഇത് വർക്കൗട്ട് ചെയ്യണത്. അല്ല, നിങ്ങൾ ഓർക്കരുത് മാന്ത്രികമായ എന്തോ മാജിക്കാണെന്ന് പറഞ്ഞ് ഇരിക്കരുത്. അന്ന് മാന്ത്രിക മാജിക്കൊന്നുമല്ല. അത് ആ 5:13 ബൈബിളിലുള്ള യാക്കോബ് 5:14 എൻ്റെ ഫോർമുല. നിങ്ങൾ കർത്താവിൻ്റെ തൈലം പൂശുക. പിന്നെ എന്ത് ചെയ്യണം? വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. അപ്പോൾ കർത്താവിൻ്റെ നാമത്തിലാണ് വിശ്വസിക്കുന്നത്. അല്ല, വല്ലാത്തിനും വിശ്വസിച്ചിട്ട് കാര്യമില്ല. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോഴാണ് അത് സൗഖ്യമായിട്ട് മാറുന്നത്. അപ്പം അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾ ഉടമ്പടി തൈലത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുമ്പോഴും അങ്ങനെ പറഞ്ഞു കൊടുക്കാവൂ. നിങ്ങൾ ഭയങ്കര എൻ്റെ നാത്തൂനെ ഇത്തിരി ഉടമ്പടി തൈലം എന്താണെന്ന് ചോദിക്കത്തില്ലേ? നമ്മുടെ ആൾക്കാർക്ക് അതിൻ്റെ വായിട്ട് ചോദിക്കണമെങ്കിൽ ഒരു പ്രശ്നമില്ലല്ലോ. അവർക്കിവിടെ വരണ്ട, വണ്ടി കയറണ്ട, ഉപവസിക്കണ്ട, ഒന്നും ചെയ്യണ്ട. എന്നുവെച്ചാൽ നമ്മുടെ ആ സ്നേഹത്തെ അവർ ചൂഷണം ചെയ്യണം. അത് വർക്കൗട്ട് ചെയ്യത്തില്ല. അപ്പോൾ നിങ്ങൾ പറയണം, ജോസഫ് അച്ഛൻ്റെ ഈ ടോക്ക് കേൾപ്പിച്ച് കൊടുക്കണം. നാത്തൂന് തരാൻ പറ്റത്തില്ല. കാര്യം ഇതിൻ്റെ രീതി അതാണ്. അത് എനിക്ക് കേടാണ്, എൻ്റെ ഉടമ്പടിക്ക് കേടാണ്. ഞാനിതെല്ലാം പരിശുദ്ധമായി സൂക്ഷിച്ചുകൊള്ളാമെന്നാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. നിസ്സാരമല്ലേ ഇത്? കൃപാസനം അമേരിക്കയിലൊന്നും അല്ലല്ലോ. നിങ്ങൾക്ക് പോയി ഉടമ്പടി എടുക്കാവുന്നതല്ലേ ഉള്ളൂ. വൃത്തിയും മെനായിട്ട് പറഞ്ഞു വിടണം, ഒരു കാര്യമില്ല. നിങ്ങൾ ഒരിക്കലും ഇത് പകർച്ച കൊടുക്കരുത്. പകർച്ച കൊടുക്കാൻ വേണ്ടി ചോറും ചമ്മന്തിയൊന്നുമല്ല. ഇത് കർത്താവിൻ്റെ നാമത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ഇത് ആക്ടിവേറ്റ് ചെയ്യത്തുള്ളൂ. ഇതുപോലെ തന്നെ ഉപ്പിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. ഇപ്പം തന്നെ ഈ ആകാശിൻ്റെ ഇത് മുഴ തെറിച്ചു പോകുമെന്ന് പറഞ്ഞില്ലേ? ആകാശിൻ്റെ വേറെ പ്രശ്നങ്ങൾ എന്താണ്? ആകാശിന് കുറേ കുടുംബത്തെ ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കണമെങ്കിൽ കുറേ പാടാണ്. അല്ല, ഒരു പാടെന്ന് പറയുന്നത് ഇവന് പഠിക്കണമെങ്കിൽ ലോണ് വേണം. ലോൺ ഒരിക്കലും കിട്ടത്തില്ല. 2.5 സെൻറ്റല്ലേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഇവന് ലോൺ കിട്ടത്തില്ല. ഇവന് പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറിനിൽ പോയാണ് പഠിക്കേണ്ടത്. ഈ അമ്മയോടുള്ള ബന്ധങ്ങളൊക്കെ സത്യസന്ധമാണെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ആശിക്കാം. വിഷയത്തിന് പ്രാധാന്യം വെച്ചിട്ട് വിഷയം നേടാൻ വേണ്ടി അമ്മയെ ജാമ്യം നിർത്തണം വെച്ചാൽ അതൊന്നും നടക്കത്തില്ല. നിങ്ങളൊക്കെ ചെയ്യണം അതാണ്. ഒരു പരിപാടിയും ചെയ്യത്തില്ല. ഉടമ്പടിയോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഉടമ്പടി ചെയ്യേണ്ട പോലെ ചെയ്യത്തില്ല. മറിച്ച് നിങ്ങളുടെ കാര്യം നേടാൻ വേണ്ടി ദൈവത്തെ കൊണ്ടുവന്ന് കരുവ് നിർത്തും. അത് നടക്കത്തില്ല. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഉടമ്പടിയിൽ എന്തൊക്കെയാണ് കൃത്യമായിട്ട് ചെയ്യേണ്ടതെന്ന് ഓർക്കുകയും അത് ഒന്നാമത്തേൽ ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവാഞ്ചലൈസേഷനാണ്, വിശ്വാസ കൈമാറ്റമാണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു വിശ്വാസ അനുഭവം എനിക്ക് തരണം പറയണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്.
നിങ്ങൾ ആദ്യം തന്നെ IELTS പാസ്സാകണമെന്നോ അല്ലെങ്കിൽ വസ്തു വിൽക്കണമെന്നോ ജപ്തിമാണമെന്നല്ല പറയേണ്ടത്. ഉടമ്പടി ഇത് ശരിക്കും ഫയറാണെങ്കിൽ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന് അറിയാമോ? കർത്താവേ, മറ്റുള്ളവർക്ക് കൈമാറി കൊടുക്കാൻ പറ്റിയ ഒരു അനുഭവം എനിക്ക് തരാൻ പറയണം. എന്നാൽ പിന്നെ ഇത് പെട്ടെന്നാണ് സംഭവം. അതാണ് എല്ലാത്തിനും അതിൻ്റെ ഒരു രഹസ്യ കോഡുണ്ടാകുമല്ലോ. ഇതിൻ്റെ ഒരു വാതിൽ ഇതാണ്. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവെ, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാക്ഷ്യം എനിക്ക് തരണമേ എന്ന് വെച്ചാൽ അപ്പം എൻ്റെ ദൈവത്തിന് അതിൻ്റെ അകത്ത് കാര്യമുണ്ട്. കാരണം നിന്നെ രക്ഷപ്പെടുത്തിയ ദൈവത്തിൻ്റെ വചനങ്ങൾ നീ പ്രചരിപ്പിക്കും. അപ്പം അതുകൊണ്ട് അത് പെട്ടെന്ന് ടേക്കപ്പ് ചെയ്യും. അത് നിങ്ങൾ ഈ മനുഷ്യന്മാരും ഇടപെടണ പോലെ ഒരിക്കലും ദൈവത്തിൽ ഇടപെടരുത്. ഇടപെട്ട് കഴിഞ്ഞാൽ കൂടുതൽ പാപികളായി മാറുകയുള്ളൂ. മനുഷ്യന്മാരോട് നിങ്ങൾ ഇടപെടുകയല്ലേ, എല്ലാം കയറി യേസ് പറയും, നിങ്ങൾക്ക് തന്നെ അറിയാൻ നടക്കത്തില്ലെന്ന്. അതുപോലെ ദൈവത്തോട് ചുമ്മാ ഒരു ഭംഗിക്കൊരു യേസ് പറയരുത്. യേസ് പറഞ്ഞാൽ ആ ഒരു കാര്യം കൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ പാപികളായി മാറും. അപ്പോൾ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവും ദൈവത്തോട് പറയരുത്. ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവും പറയരുത്. കാര്യം നിങ്ങൾ ചെയ്യത്തില്ലെന്നും നിങ്ങൾ മനുഷ്യന്മാർക്ക് അറിയത്തില്ല. അവരോട് പറഞ്ഞിട്ട് ഇപ്പം നിങ്ങൾ പറയല്ലേ, ഒരു 2000 രൂപ എടുക്കാനുണ്ട, ഞാൻ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരുമ്പോൾ തരാമെന്ന് പറയും. നിങ്ങൾക്കറിയാം നിങ്ങൾ കൊടുക്കത്തില്ലെന്നും. മനസ്സിലായില്ലേ? നിങ്ങൾ ആൾക്കാരുടെ കടം പിടിക്കണേ എങ്ങനെയാണ്? നിങ്ങൾ 1000 രൂപ എടുക്കാനുണ്ട, ഞാൻ നാളെ അവിടെ പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ തരാമെന്ന് പറയും. നിങ്ങൾക്കറിയാം നിങ്ങളത് കൊടുക്കത്തില്ലെന്ന്. ഇതുപോലൊരു ഡയലോഗ് ദൈവത്തിനടുത്ത് പറ്റത്തില്ല. നീ വാ പൊളിക്കുമ്പോൾ തന്നെ അറിയാം നീ ഫ്രോഡാണെന്നറിയാം. വെറുതെ എന്തിനാണ് ദൈവത്തോട് പ്രാർത്ഥിച്ച് പണി മേടിക്കണത്? പലരുടെയും പ്രശ്നം വെച്ചാൽ ഈ മനുഷ്യന്മാരുടെ ഇടപെടണ പോലെ ദൈവത്തോട് ഇടപെട്ടേക്കും, പ്രാർത്ഥിച്ച് പണി മേടിക്കും, പ്രാർത്ഥിച്ച് പാപികളാവും. വല്ല കാര്യമുണ്ടോ? അപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ദൈവത്തോട് പറയാവൂ. അത് സമയബന്ധിതമായിട്ട് ചെയ്യണം. സമയത്തിനാണ് പ്രാധാന്യം. വല്ലപ്പോഴും ചെയ്തോളൂ. ഞാൻ ചെയ്താവുന്നേ പറഞ്ഞിട്ടുള്ളൂ, എപ്പം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞ് തരികട കാണിക്കരുത്. നിങ്ങൾ പറയാം ദൈവത്തോട്, ഞാൻ ചെയ്യാവുന്നേ പറഞ്ഞിട്ടുള്ളൂ, എപ്പം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളൂ. നീ എന്ത് വക്കീലാണ് ദൈവത്തോട് ഇടപെടാൻ? അതൊന്നും ചെയ്യരുത്. സമയബന്ധിതമായിട്ട് ചെയ്ത് മാറ്റണം. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, അങ്ങയോട് സത്യസന്ധമായി ഇടപെടാൻ പരമാർത്ഥതയുള്ള ആധ്യാത്മിക ജീവിതത്താൽ എന്നെ പ്രത്യേകം അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ആരാധന, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ദൈവമേ നന്ദി, ദൈവമേ മഹത്വം, ദൈവമേ ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ. വലത് കൈ നെഞ്ചത്ത് വെച്ച് കണ്ണുകളടച്ച് അച്ഛൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നമ്മെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, അവരുടെ പഠനങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു കുഞ്ഞ് ജനിച്ചുള്ള അതിന് ഓട്ടിസം ആയിപ്പോയി.
ഇനി ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാൻ ധൈര്യമില്ല, ഇതും അതും ഇങ്ങനെയായി പോകുമെന്ന് ഓർത്തിട്ട് സങ്കടപ്പെടുന്നവരെ അവർക്ക് തീരുമാനമെടുക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ ഞങ്ങളുടെ വലതുകരം എല്ലാ കുടുംബങ്ങളിലും നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേസുള്ളവരെ, കേസിൻ്റെ സാക്ഷി വിസ്താരങ്ങളെല്ലാം കഴിഞ്ഞ് ആ കേസിൻ്റെ വിധി പറയാൻ വെച്ചിരിക്കുന്നവർ, അമ്മ തന്നെയായിരിക്കണം ജഡ്ജി. അങ്ങയുടെ മക്കളെ ഇനി കണ്ണീര് കുടിക്കാനുള്ള വിധി ഉണ്ടാകാതിരിക്കാൻ വിധി പറയാൻ വെച്ചിരിക്കുന്ന എല്ലാം, കേസ് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യവഹാരങ്ങളും പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയെ ഏൽപ്പിക്കുന്നു. വിസ നഷ്ടപ്പെട്ടവരുണ്ട്, വിസ പുതുക്കി കിട്ടാത്തവരുണ്ട്, അനധികൃതമായി താമസിച്ചിട്ട് ഗവൺമെൻറ് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിരിക്കുന്നവരുണ്ട്. അവരെവിടെ പോകാനാണ്? അവിടെ കുഞ്ഞുങ്ങളെല്ലാം അവിടെ പഠിക്കുകയാണ്. അവർക്കൊരു ഒരിടവും പരിടവും ഇല്ലാതെ അവർ നട്ടം തിരികെയാണ്. അവരെല്ലാം അമ്മ സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്നു. വഴിമുട്ടിപ്പോയ മക്കൾ അവരെല്ലാം സ്പർശിക്കണം. ഭാഗോടമ്പടി എല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാം കൈകാര്യം ചെയ്ത് എല്ലാവർക്കും വേണ്ടി എല്ലാം കൈകാര്യം ചെയ്തപ്പോൾ ഇനിയിപ്പോൾ ജീവിക്കാനായപ്പോൾ മക്കളും ഭാര്യയുമായിട്ട് ജീവിക്കാനായപ്പോൾ ഒന്നുമില്ലാതെ വന്ന അവസ്ഥയിലും ഒരു പണിയും ചെയ്യാത്തവർക്കൊക്കെ അവിടെ ഓഹരിയും കിട്ടി, അവർക്ക് മുടക്കുമില്ല, അവർ രക്ഷപ്പെട്ടു. ഇനി എൻ്റെ അവകാശവും എൻ്റെ ഓഹരിയും എൻ്റെ കർത്താവാണ്. കൈ ഉയർത്തി പറഞ്ഞേ മക്കളെ, എൻ്റെ അവകാശവും എൻ്റെ ഓഹരിയും എൻ്റെ കർത്താവാണ്. എൻ്റെ അവകാശവും എൻ്റെ ഓഹരിയും എൻ്റെ കർത്താവാണ്. ആരാധ്യരേ പരിശുദ്ധരേ പരമോന്നത ദൈവസ്നേഹത്തോടെ അണയുന്നു തിരുമുൻപിലാ അറിവോടെ നോക്കണമേ. ആരാധ്യരേ പരിശുദ്ധരേ പരമോന്നത യേശുവേ അണയുന്നു തിരുമുൻപിലാ അറിവോടെ നോക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് വീണ്ടും കണ്ണുകൾ അടച്ച് കൈകൾ നെഞ്ചത്ത് വെച്ച് മൗനമായി കർത്താവിനെ ഓർത്ത് സമർപ്പിതരാകണം. മുട്ട നിൽക്കുക. മൗന പ്രാർത്ഥനയുടെ സമയമാണ്. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് മൗനമായി പ്രാർത്ഥിക്കുക, കൈകൾ കൂപ്പുക. സമാപന ആശീർവാദമാണ്. കർത്താവേ, ഞങ്ങളോട് നീ എന്തെല്ലാം ദൈവികമായ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി, എല്ലാത്തിനും നന്ദി പറയുന്നു. അങ്ങയുടെ മക്കൾ കൊതിയോടെയും സ്നേഹത്തോടെയും അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് അതിനെല്ലാം സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ നിന്റെ തിരുമുറുവാർന്ന വലതുകരം അങ്ങയുടെ മക്കളുടെ ശിരസിൽ വെക്കണം. മക്കളെ, വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. കർത്താവിൽ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. അടിപ്പഴ പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി അങ്ങയുടെ മക്കളുടെ മേൽ തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ, ജീവദുരിതങ്ങൾ, വഴിമുട്ടി ഗതിമുട്ടി നിൽക്കുന്ന മക്കൾക്കെല്ലാം പുതിയ വാതിൽ തുറക്കട്ടെ. കർത്താവ്, നീയാകുന്ന വഴി, നീയാകുന്ന വാതിൽ, നിന്റെ വാതിൽ ഞങ്ങളുടെ മുമ്പിൽ യേശുവിന്റെ നാമം തുറക്കട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന, മഹത്വം, മഹത്വം, ഹല്ലേലൂയ, 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 മഹത്വം, മഹത്വം, ആരാധന, 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 ഹല്ലേലൂയ.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. ആവേ 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 മരിയ, ആവേ 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 മരിയ. ഇടനെഞ്ചിലെരിയുന്ന കനലിൻ്റെ ചൂടേറ്റ് കൊഴിയുന്ന കണ്ണുനീർമുത്തെടുത്ത് അമ്മേ നിനക്കായി ഞാൻ കോർത്തൊരുക്കി 53 മണി ജപമാ